ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളം ഉണ്ടല്ലോ, അന്യസംസ്ഥാന തൊഴിലാളിയെ സംബന്ധിച്ച് ഗൾഫാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് തമിഴ്നാട്ടിലെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ തമിഴ്നാട് ഭാഗത്ത് നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് അവർ വളരെ പ്രൗഡായിട്ടാണ് പറഞ്ഞത്, മോനങ്ങ് കേരളത്തിൽ വർക്ക് ചെയ്യുക, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതിനുള്ള ഒരു സിമ്പിൾ കാരണം ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഇരിക്കുന്ന തുണികൾ കണ്ടോ, അങ്ങ് അറ്റം മുതൽ ഇങ്ങറ്റം വരെ അലക്കി വെച്ച് അയൺ ചെയ്ത് വെച്ചതാട്ടോ. ഇത് ആക്ച്വലി ഓരോ 15 ദിവസം കൂടുമ്പോഴും ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അയൺ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് അയാൾ ഇവിടെ എത്തി. 10 മണി കഴിഞ്ഞ് 6 മണി വരെ വർക്ക് ചെയ്തത്. ശരിക്കും പുള്ളി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാറുണ്ട്, ശരിക്കും റിലാക്സ് ചെയ്ത് ഫോണൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഫുഡ് കൊടുക്കുക, അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്താണ് വർക്ക് ചെയ്യുക. പക്ഷേ ഇന്ന് 6 മണിയായപ്പോൾ അയാൾ ഇത്രയ്ക്ക് വാങ്ങിയ കൂലി 3300 രൂപയാട്ടോ. അത് തന്നെയല്ല, ഞാനിപ്പം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ 9 മണിയായി. ഞാൻ ഈ 9 മണിക്ക് വരുമ്പോഴും പുള്ളിത് അടുത്ത വീട്ടിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസത്തെ അയാളുടെ വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾ ശരിക്കും അധ്വാനിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സോ അങ്ങനെ നല്ലൊരു മനസ്സുള്ളവർക്ക്, അത് കേരളത്തുകാരായാലും തമിഴ്നാട്ടുകാരായാലും ബംഗാളികളായാലും, നല്ല മനസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധ്വാനിക്കാനുള്ളൊരു ശേഷി, അധ്വാനിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ എവിടെ പോയാലും കാശുണ്ടാക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അയൺ ചെയ്യാൻ വരുന്ന മൊത്തം തമിഴ്നാട്ടുകാരാണ്. ഇവിടെ ഒരാളും കേരളത്തിൽ നിന്ന് ആരും വന്നിട്ട് അയൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു ബിസി ലൈഫാണ്, ഞാനായാലും വൈഫായാലും എപ്പോഴും ബിസിയാണ്. അപ്പോൾ ഇത് പുറത്ത് അയൺ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അയൺ ചെയ്യാൻ വരുന്ന ആളെക്കുറിച്ചൊരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.